الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. ഇനി നമുക്ക് സൂറത്തു അൽ-അൻആമിലെ 160-ാമത്തെ ആയത്താണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من جاء بالحسنة فله عشر أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون. മൻ ഒരാൾ അല്ലെങ്കിൽ ആരെങ്കിലും ജാഅ ബിൽ ഹസന അയാൾ നന്മ ചെയ്തു. ജാഅന വന്നു ന, ജാഅ ബിന കൊണ്ടുവന്നു ന, അല്ലെങ്കിൽ ബിൽ ഹസന നന്മയും കൊണ്ടുവന്നാൽ ഉദ്ദേശിക്കുന്നത് നന്മ പ്രവർത്തിച്ചാൽ ഫലഹു അപ്പോൾ അയാൾക്കുണ്ട് അശ്റു അംസാലിഹ അതിൻ്റെ 10 തുല്യമായത്. അപ്പോൾ 10 ഇരട്ടി, അതിന് തുല്യമായ 10 ഗുണമുണ്ട്, 10 ഇരട്ടി പ്രതിഫലമുണ്ടാകും. സുബ്ഹാനല്ലാഹ്. വമൻ ജാഅ ആരെങ്കിലും കൊണ്ടുവന്നാൽ ബി സയ്യിഅത്തി തിന്മ അഥവാ ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ ഫലാ യുജ്സ അതിന് പ്രതിഫലം നൽകപ്പെടുകയില്ല ഇല്ലാ മിസ്ലഹ തുല്യമായിട്ടല്ലാതെ. മാഷാ അല്ലാഹ്, അല്ലാഹുവിൻ്റെ കാരുണ്യം. ഫലാ യുജ്സ പ്രതിഫലം നൽകപ്പെടുന്നില്ല ഇല്ലാ മിസ്ലഹ അതിന് തുല്യമായിട്ടല്ലാതെ. വഹും ലാ യുദ്ലമൂൻ അവർ അന്യായം ചെയ്യപ്പെടുന്നവരല്ല, അവരോട് അള്ളാഹു ഒരു അന്യായവും ചെയ്യൂല. ഒന്നുകൂടെ അർത്ഥം പറയാം. മൻ ജാഅ ബിൽ ഹസന ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ, മൻ എന്ന ഒരാൾ, ഒരു കൂട്ടം ആൾക്കാർ, ആരെങ്കിലും എന്നൊക്കെ അർത്ഥമാണ്. സാന്ദർഭികമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൻ ജാഅ ബിൽ ഹസനത്തി ആരെങ്കിലും ഒരു ഹസനത്ത് ഒരു നല്ല കാര്യം ചെയ്താൽ ഫലഹു അപ്പോൾ അയാൾക്കുണ്ട് അശ്റു അംസാലിഹ. അശ്റു പറഞ്ഞാൽ 10 അശ്റത്തെ നമുക്ക് അറിയണമാക്കാളോ. മിസ്ല് അംസാൽ എന്ന് പറഞ്ഞാൽ തുല്യമായത്, സമമായത്. അംസാൽ മിസ്ല് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അംസാൽ. അശ്റു അംസാലിഹ അതിൻ്റെ 10 ഇരട്ടി പ്രതിഫലം കിട്ടും. ഒമൻ ജാഅ ബി സയ്യിഅത്തി ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ ഫലാ യുജ്സ അതിന് പ്രതിഫലം നൽകപ്പെടുകയില്ല ഇല്ലാ മിസ്ലഹ തത്തുല്യമായിട്ടല്ലാതെ, അതിന് സമമായിട്ടുള്ളതല്ലാതെ. വഹും ലാ യുദ്ലമൂൻ അവരോട് അന്യായം ചെയ്യപ്പെടുകയില്ല. നമ്മൾ സൂറത്ത് അൽ ബഖറയിൽ 245-ാമത്തെ ആയത്ത് ഇതിൻ്റെ കൂടെ ഒന്ന് നോക്കുക. നമുക്ക് അവിടെ എന്താ പറഞ്ഞത്? 245 എന്ന് പറയുമ്പോൾ 39-ാമത്തെ പേജിൽ അതിൻ്റെ അവസാനം മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ ആരാണ് അള്ളാഹുവിന് ഉത്തമമായ കടം നൽകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് വേണ്ടി ധനവ്യയം ചെയ്യുക, സമ്പത്ത് ചെലവഴിക്കാൻ ആരുണ്ട്? ഫയുളാഇഫഹു ലഹു അപ്പോൾ അള്ളാഹു തആല അതിനെ ഇരട്ടിപ്പിച്ചു നൽകും. അദ്ആഫൻ കസീറ ഒരുപാട് ഇരട്ടിയായിട്ട്. പല മാർഗേണ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് ചെലവഴിക്കാൻ കഴിയുമല്ലോ. നമ്മുടെ നാട്ടിൽ വീടില്ലാത്തവർ, രോഗികൾ, അങ്ങനെ ധാരാളം ആൾക്കാർ, സാമ്പത്തികമായി ഒരു ശേഷിയുമില്ലാത്ത അത്തരം ആളുകളെ ആരെങ്കിലും സഹായിക്കാൻ ആരുണ്ട്? അങ്ങനെ സഹായിച്ചാൽ അവൻ ഒരുപാട് ഇരട്ടിയായി അല്ലാഹു തആല പ്രതിഫലം നൽകും എന്നാണ് 245-ാമത്തെ ആയത്ത് പറഞ്ഞത്. അതേമാതിരി സൂറത്ത് ഹദീദിൽ 11-ാമത്തെ ആയത്തിലും സമാനമായി അല്ലാഹു തആല ഇരട്ടിയായി പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെ അൽ ബഖറയിൽ തന്നെ 261-ാമത്തെ ആയത്ത്, 2 പേജ് ഇങ്ങോട്ട് മറിച്ചാൽ മതി. 261-ാമത്തെ ആയത്തിൽ കൂടി നോക്കുകയാണെങ്കിൽ ദാനധർമ്മങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞതാണ്. മസലുല്ലദീന മസല് എന്നിപ്പോൾ നമ്മൾ പറയല്ലോ, മസല് മിസില് എന്നൊക്കെ പറഞ്ഞാൽ തുല്യമായത്. മസല് പറഞ്ഞ ഉദാഹരണം എന്താ? മസല് പറഞ്ഞ ഉദാഹരണം, മിസില് പറഞ്ഞ തുല്യമായത്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും തങ്ങളുടെ സമ്പത്തിനെ മുതലുകളെ ചെലവഴിക്കുന്നവർ
ഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കമസലി ഹബ്ബത്തിൻ ഒരു ധാന്യ വിത്ത് പോലെയാണ് അമ്പത്തത്ത് സബ്അ സനാബില അത് 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു ഫീ കുല്ലി സുംബുലത്തിൻ ഓരോ കതിരിലുമുണ്ട് മിഅത്തു ഹബ്ബ 100 ധാന്യമണികൾ. അപ്പോൾ ഒരു ധാന്യ വിത്തിൽ നിന്ന് 700 ധാന്യമണികൾ ഉണ്ടായതുപോലെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ 700 ഇരട്ടി വരെ. പിന്നെ അള്ളാഹു പറഞ്ഞു വല്ലാഹു യുളാഇഫു ലിമൻ യശാ അള്ളാഹു പിന്നെയും ഇരട്ടിയാക്കി നൽകും. അത് ആളുകൾ ചെലവഴിച്ചവൻ്റെ മനസ്സും ചെലവഴിച്ചവൻ്റെ കഴിവും ഒക്കെ നോക്കിയതിനനുസരിച്ച് ചെലവഴിക്കുന്നവൻ ചിലപ്പോൾ 100 രൂപ ചെലവഴിക്കുന്നതിനേക്കാൾ പ്രതിഫലം മറ്റൊരാൾ 10 രൂപ ചെലവഴിച്ചാൽ അതിനുണ്ടാകും. അതിനാ മനസ്സ് കുടുങ്ങിയിട്ട് ചെലവഴിക്കലും മനസ്സാൽ പ്രേരിതൻ ഇതൊക്കെയാണ്. അപ്പോൾ 700 ഇരട്ടി വരെ അല്ല അതിലും ഇരട്ടിയായിട്ട് അല്ലാഹു തആല നൽകും എന്ന് ഇവിടെയൊക്കെ അല്ലാഹു തആല സൂചിപ്പിക്കുന്നുണ്ട്. അതേമാതിരി ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എന്നിട്ട് അവനത് ചെയ്തില്ല എന്നാൽ അവനൊരു കുറ്റമല്ല, അത് ചെയ്തു നോക്കുക എന്നാൽ ഒരു തിന്മ രേഖപ്പെടുത്തും. ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു ചെയ്തിട്ടില്ല എന്നാൽ ഒരു നന്മ അവന് രേഖപ്പെടുത്തും. തിന്മയാണെങ്കിൽ രേഖപ്പെടുത്തൂല, നന്മയാണെങ്കിൽ ചെയ്യാൻ തീരുമാനിച്ചു മനസ്സറിഞ്ഞ് ചെയ്യണം തന്നെ കരുതിയത് യാദൃച്ഛികമായിട്ട് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ അവന് ആ ഒരു നന്മ ഉണ്ടാകും. പിന്നെ ഒരാളൊരു നന്മ ചെയ്യാൻ തീരുമാനിക്കുകയും അത് ചെയ്യുകയും ചെയ്തു എന്നാൽ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ ഈ 161 അൽബക്കർ 161 പറഞ്ഞതുപോലെ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ ചിലപ്പോൾ അതിലും ധാരാളമായി അല്ലാഹു തആല ഇരട്ടിപ്പിച്ചു കൊടുക്കും എന്ന് ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊക്കെ വലിയ എന്താ പറയുക പ്രതീക്ഷ നൽകുന്ന ഖുർആൻ വചനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനങ്ങളുമാണ്. അതേമാതിരി അല്ലാഹു തആല മലക്കുകളോട് പറയുമത്രേ, എൻ്റെ അടിമ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അവരത് ചെയ്തിട്ടില്ല, ചെയ്യണം തന്നെയാണ് തീരുമാനിച്ചിരുന്നത്, എന്നാൽ അവൻ്റെ പേരിൽ നിങ്ങളൊന്നും രേഖപ്പെടുത്തരുത്. ഇനി അവൻ അങ്ങനെ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, പിന്നെ അവൻ എന്നെ കേട്ട് ഓർത്തു, അപ്പോഴവനത് ഒഴിവാക്കിയതാണ്, എന്നാൽ അവനൊരു നന്മ രേഖപ്പെടുത്തണം. അല്ല, എൻ്റെ അടിമ ഒരു നന്മ ചെയ്തു, നന്മ തീരുമാനിച്ചു, എന്നാൽ ആ നന്മ രേഖപ്പെടുത്തിക്കൊള്ളൂ. നന്മ തീരുമാനിച്ചിട്ടേ ഉള്ളൂ, ചെയ്തിട്ടില്ല. ഇനി നന്മ തീരുമാനിക്കുകയും നല്ല കാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അത് ചെയ്യുകയും ചെയ്തു, എന്നാൽ നിങ്ങൾ ധാരാളം ഇരട്ടിയായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് മലക്കളോട് പറയുക. ഇതെന്തൊക്കെ നമുക്ക് സാധിക്കും? ഇപ്പോൾ നമ്മളുടെ വളരെ ദൂരെയുള്ളൊരു കുടുംബം ഉണ്ട് നോക്കുക. ഒരു കുടുംബത്തിൽ ഒരാൾ വളരെ അകലെയാണ്, അയാളായിട്ട് ഇപ്പോൾ ആർക്കും ഒരു ബന്ധമില്ല. എന്നാൽ ആ ഒരു കുടുംബ ബന്ധം പുലർത്താൻ നമ്മളൊരിക്കൽ നമുക്ക് മോട്ടോർ സൈക്കിളുണ്ട്, കാറുണ്ട്, ബസ്സുണ്ട്, ഓട്ടോറിക്ഷ എങ്ങനെയെങ്കിലും ഒന്ന് പോയിക്കാണ്ട് ആ ഒരു ബന്ധം പുലർത്തിയാൽ അത് വലിയ നന്മയാണല്ലോ. അങ്ങനെ ഒരു നന്മ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള നന്മകൾ ആരെങ്കിലും നമ്മളെ തൊട്ട അയൽപ്പക്കം നമ്മളൊരു ബന്ധം കമ്മിയാണ്, ആ ബന്ധം ഒന്ന് നന്നാക്കാൻ തീരുമാനിച്ചാൽ ഇങ്ങനെയൊക്കെ ഒരുപാട് നന്മകൾ ആർക്കെങ്കിലും നമുക്കിനി ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം വേറെ കഴിയുന്ന ഒരാളോട് പറഞ്ഞിട്ടത് ചെയ്യിപ്പിക്കുക. ഇങ്ങനെയൊക്കെ അല്ലാഹു തആല ഒരുപാട് പ്രതിഫലം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ്. അത് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് മനസ്സിലാക്കുക. സുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അവർ ഉണർത്തും, അല്ലാഹു തആല അവരെ ഉണർത്തും എന്ന് പറഞ്ഞല്ലോ പരലോകത്ത്. അങ്ങനെ നമ്മളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഉണർത്തൽ ഇത്തരത്തിലുള്ള നന്മകളായി അല്ലാഹു തആല സൽക്കർമ്മികൾക്ക് വിശ്വാസികൾക്ക് രേഖപ്പെടുത്തും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു നിർത്താം. മൻ ജാഅ ബിൽ ഹസനത്തി, ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നാൽ അഥവാ നന്മ പ്രവർത്തിച്ചാൽ ഫലഹു അശ്റു അംസാലിഹ, അവന് 10 ഇരട്ടി പ്രതിഫലമുണ്ടാകും. വമൻ ജാഅ ബിസ്സയ്യിഅത്തി, ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ, തുല്യമായിട്ടല്ലാതെ അതിന് ഫലം നൽകപ്പെടുകയില്ല. വഹും ലാ യുളമൂൻ, അവരാരും അന്യായം ചെയ്യപ്പെടുകയില്ല. നന്മയാണ് ചെയ്തതെങ്കിൽ അതിനർഹമായ പ്രതിഫലം ധാരാളം ഇരട്ടിയായിട്ട്, ഇവിടെ 10 ഇരട്ടി എന്ന് പറഞ്ഞു,
ധാരാളം ഇരട്ടിയായിട്ട് നൽകുമെന്ന് സൂറത്ത് അൽ ബഖറയിലെ 261 ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി. 245 സൂറത്ത് ഹദീദിലെ 11 പറയുന്നുണ്ട്. അപ്പോൾ ധാരാളം ഇരട്ടിയായിട്ട് വമൻ ജാഅ ബിസ്സയ്യിഅത്തി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ, തിന്മ ചെയ്താൽ അതിന് തുല്യമായിട്ടല്ലാതെ ഫലം നൽകപ്പെടുകയില്ല. വഹും ലാ യുദ്ലമൂൻ, ആരോടും ഒരന്യായവും ചെയ്യപ്പെടുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മ ചെയ്യുകയും അതിനൊക്കെ ധാരാളം ഇരട്ടി പ്രതിഫലം ലഭിക്കുകയും ചെയ്യാൻ നമുക്കൊക്കെ ഉദവിയേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.